ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോകല്ലേ പൂക്കാലമേ നീ എന്നുള്ള കവിത പഠിച്ചു അല്ലേ? ആ പാഠം കഴിഞ്ഞില്ലേ? എല്ലാവർക്കും മനസ്സിലായോ? റുവൈസേ മനസ്സിലായോ മോനെ? ക്ലാസ് കഴിയുന്നവരിരിക്കണേ, എല്ലാവരും കഴിയുന്നവരിരിക്കണം. ക്ലാസ് ഇടയിൽ പോവാൻ പാടില്ല ആരും. ഓക്കെ. അപ്പൊ പോകല്ല പൂക്കാലമേ നീ എന്ന ആരുടെ? കുമാരനാശാന്റെ കവിതയാണ്. എൻ കുമാരനാശാന്റെ കവിതയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും വായിച്ചിട്ടുണ്ടായിരുന്നോ? ആവശ്യമില്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അൺമ്യൂട്ട് ചെയ്യരുത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര പേര് വായിച്ചു? അതാ വായിക്കാതെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം? അതില് വായിച്ചില്ലേ? അതില് ഓക്കെ. ജോസി വായിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെ ജോസി? ഓക്കെ. അപ്പൊ ജസ്റ്റ് മിസ് ഒന്ന് വായിക്കാം ആദ്യം, അത് കഴിഞ്ഞിട്ട് എല്ലാവരും വായിക്കണം കേട്ടോ. അപ്പൊ പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം, വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ, എല്ലാടവും പുഷ്പഗന്ധം പരത്തി മെല്ലെന്ന് തെക്കുന്നു വീശുന്നു വായു, ഉല്ലാസമീ നീണ്ട കൂപുരവത്താൽ എല്ലാവർക്കുമേകുന്നിതേ കോകിലങ്ങൾ, പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു നീലേ പാടിപ്പറന്നെത്തി തത്തയെല്ലാം, കേടറ്റ നെല്ലിൻ കതിർക്കാമ്പു കൊത്തിക്കൂടാർ നദിക്കോർത്തു പോകുന്നു വാനിൽ, ചന്തം ധരക്കേറെയായി ശീതവും പോയന്തിക്ക് പൂങ്കാവിലാളേറെയായി, സന്തോഷമേറുന്നു പൂങ്കാവനത്തിൽ പൊന്തുന്നു വാദ്യങ്ങൾ വന്നു വസന്തം, നാഗത്തിൽ നിന്നോമനെ നിന്നെ വീട്ടി ലോകത്തിനാനന്ദമേകുന്നതീശൻ, ഇക്കൊല്ലമീ നിന്റെ പാദം തൊഴാം ഞാൻ, പോകല്ല പോകല്ല പൂക്കാലമേ നീ. ഇതാണ് നമ്മുടെ കവിത അല്ലേ? എല്ലാരും സ്ട്രക്കായോ? ഓക്കെ, ക്ലിയർ ഉണ്ടോ എല്ലാവർക്കും? ഓക്കെ, പ്രോബ്ലം ആയിപ്പോയി അല്ലേ? കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ മിസ്സിന്റെ ചുണ്ട് അനങ്ങുന്നില്ല. പാടുന്ന കേട്ടിട്ടുണ്ടായിരുന്നില്ല ആരും? ഇല്ലേ? ഓക്കെ. അപ്പൊ ജോസി ഒന്ന് പാട്. ജോസി, കഴിഞ്ഞ ക്ലാസ്സിൽ ആരൊക്കെയാ പാടാതിരുന്ന അവരൊക്കെ ഒന്ന് പാടണം. അവരെല്ലാരും മ്യൂട്ട് ചെയ്തേ. ജോസി ഒന്ന് പാടിക്കോ. പോകല്ലേ പൂക്കാലമേ നീ നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം, വായിക്കുന്നു വേലിക്ക് വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ, എല്ലാടവും പുഷ്പഗന്ധം പരന്നു വീശുന്നു വായു, ഉല്ലാസമീ നീണ്ട കൂപുരവത്താൽ എല്ലാവർക്കുമേകുന്നിതേ കോകിലങ്ങൾ, പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ട് നീളെ പാടിപ്പറന്നെത്തി തത്തയെല്ലാം, ഈ തത്തയെല്ലാം കേടറ്റ നെല്ലിൻ കതിർക്കാമ്പ് കൊത്തി കൂടാർന്ന ദിക്കോർത്തു പോകുന്നു വാനിൽ, ചന്തം ധരിക്കേറെയായി ശീതവും പോയന്തിക്കു പൂങ്കാവിലാളേറെയായി, സന്തോഷമേറുന്ന പൂങ്കാവനത്തിൽ പൊന്തുന്നു വാദ്യങ്ങൾ വന്നു വസന്തം, നാഗത്തിൽ നിന്നോമനെ നിന്നെ വിട്ടി ലോകത്തിനാനന്ദമേകുന്നിരീശൻ, ഈ കൊല്ലമേ നിന്റെ പാദം തൊഴാൻ ഞാൻ, പോകല്ല പോകല്ല പൂക്കാലമേ നീ. പുഷ്പവാടി എൻ കുമാരനാശാൻ. നെക്സ്റ്റ് ആരാ പാടാത്ത? റുവൈസ് പാടിയോ? റുവൈസ് റുഹൈസ് ഉണ്ട്, ഷാഹിദ് ഉണ്ട് അല്ലേ? റുവൈസ്
ആ പാടിക്കോ റുവൈസേ. റുവൈസ് വായിച്ചു നോക്കട്ടെ. റുവൈസേ അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഓക്കെ. മിസ് എനക്ക് അറിയില്ല. വായിക്കാൻ അറിയില്ലേ? മിസ്സോന് മലയാളം അങ്ങനെ അറിയില്ല. ഒട്ടും അറിയില്ല. ഒട്ടും അറിയില്ല. മിസ്സോന് അറിയാം, പക്ഷെ ഓന് ഒന്നും ശ്രമിക്കൂല. അങ്ങനെ തന്നെ റുവൈസ ഒന്ന് വായിച്ചേ മോനെ നോക്കട്ടെ, മിസ് പറഞ്ഞുതരും. കഴിഞ്ഞ കൊല്ലം മുല്ല പൂ പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി. വായിക്കേ. പൂക്കുന്നു തേന്മാവ് പൂക്കുന്നി അശോകം പൂക്കുന്ന അശോകം. അൺമ്യൂട്ട് മിസ് റിവൈസ് മ്യൂട്ട് ആയി പോയി. വൈസേ അൺമ്യൂട്ട് ചെയ്തേ. വായിക്കുന്ന വേലിക്കു വർണ്ണങ്ങൾ പോവാൻ. വായിക്കാൻ അറിയില്ലേ? അടി കൊടുക്കണം, അടി. മലയാളം ക്ലാസ്സിലെ സമയത്ത് മുങ്ങലാണ്. ആ അത് ശരിയാവില്ല. അതന്നെ ഇന്നലെ ഞാൻ കണ്ടില്ല. കുറച്ച് കഴിയുമ്പോ ക്ലാസ്സിൽ ആളെ കണ്ടില്ല. അതാ ഞാൻ ഇന്ന് പറഞ്ഞ റുവൈസെ ക്ലാസ് കഴിയുന്നവരെ ഇവിടെ ഉണ്ടാവണമെന്ന്. റുവൈസേ മിസ് ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നരുത് കേട്ടോ, ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേ എല്ലാവരും ഈ ക്ലാസ് കഴിയുന്നവരെ ഇവിടെ ഉണ്ടാവണമെന്ന്. അറ്റൻഡൻസ് എടുത്തിട്ട് മുങ്ങരുത് കേട്ടോ. ഓക്കെ. അപ്പൊ റുവൈസേ ഒന്ന് പാടിയേ, മിസ് പറഞ്ഞു തരും തെറ്റുന്നത്. ഓക്കെ. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം വായിക്കുന്നു വേലിക്കു അറിയാലോ വൃത്തിയാ വർണ്ണങ്ങൾ പൂവാൻ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. എല്ലായിടവും പുഷ്പഗന്ധം പരത്തി മെല്ലെന്നു തേക്കുന്നു വീശുന്നു വായു. ഉല്ലാസമീ നീണ്ട കൂകുരവത്താൽ എല്ലാവർക്കും ഏകുന്നിതേ കോകിലങ്ങൾ. പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു നീളെ പാടി പറന്നെത്തി ഈ തത്തയെല്ലാം കേടറ്റ നെല്ലിൻ കതിർക്കാമ്പ് കൊത്തി കൂടാർന്ന തിക്കാർത്തു പോകുന്ന വാനിൽ ചന്തം ധരക്കേറെയായി ശീതവും എന്തിക്കു പൂങ്കാവിലാളേറെയായി പൂങ്കാവിൽ ആളേറെയായി. ഓക്കെ. സന്തോഷമേറുന്നു പൂക്കാവന്നെത്തി
ആ പൊന്തുന്നു. പൊന്തുന്നു വാദ്യങ്ങൾ വന്നു വസന്തം ഞാനാ നാഗത്തിൽ 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 നിന്നോമനെ നിന്നോമനെ നിന്നെ വിട്ടി ലോകത്തിനാനന്ദമേകും ഈശൻ ഈ കാലുമേ കൊല്ലമീ നിന്റെ പാദം തേരാം ഞാൻ പാദം തൊഴാം ഞാൻ പോകല പൂക്കാലമേ നീ. ഓക്കെ ഗുഡ്. ഇത്രയും വായിച്ചില്ലേ? അപ്പൊ വായിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ ആ ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണം, അപ്പൊ കിട്ടും കേട്ടോ. നെക്സ്റ്റ് ആരാ? ഇന്നലെ വായിക്കാത്ത ആളാരാ? ഷാഹിദ് അല്ലേ? ഷാഹിദ് എവിടെ? വെറും ഷാഹിദ് പോയോ? വീഡിയോ ഓഫ് ആക്കി തോന്നുന്നു. ഷാഹിദേ ഇല്ല. ഷാഹിദ് മുങ്ങി. ഇവര് ഷാഹിദ് ഇല്ല, ഷാഹിദ് പോയി. ഷാഹിദ് വരാൻ ശ്രമിക്കുന്നുണ്ട്. മുഹമ്മദ് എന്റെ വീഡിയോ ഓഫ് ചെയ്തത്? മുഹമ്മദ് എന്തോ ഷാഹിദ് ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആരാ? റിഹാൻ ഇന്നലെ വായിച്ചു, ജോസി വായിച്ചു, ഇപ്പൊ ഷിസീം ഷഹബാസും വായിച്ചു. സായി വായിച്ചല്ലോ. സായി വായിച്ചല്ലോ. വായിച്ചോ? ഷാഹിദിനെ കാണുന്നില്ല. വീഡിയോ ഓഫ് ആക്കിയില്ലേ? ഗ്രേസ് പ്ലീസ് അൺമ്യൂട്ട്. ഗ്രേസ് കണ്ടുപിടിക്കാനുള്ള എളുപ്പം ഒരു വീഡിയോ ഓഫ് ആക്കിയിട്ടുണ്ടോ? ഗ്രേസേ ഓക്കെ. ഗ്രേസ് വായിച്ചേ മോളെ. ഗ്രേസ് വായിച്ചേ. ഗ്രേസിന്റെ ടെക്സ്റ്റ് ബുക്ക് എവിടെ? ഗ്രേസേ ഷാഹിദും ഗ്രേസും പോയല്ലോ. ഷാഹിദ് വായിച്ചേ. ഷാഹിദേ വായിക്കുന്നുണ്ടോ? ഇല്ല. ഷാഹിദ് വായിച്ചോ? ഗ്രേസ് ഏത് കഴിഞ്ഞ് വായിക്കണേ. ഓക്കെ. ഷാഹിദ് വായിക്കേ. വേഗം നോക്കട്ടെ. ഷാഹിദേ ഷാഹിദിന് കേൾക്കുന്നുണ്ടോ മിസ് പറയുന്നത്? ഈ റിഹാൻ എന്തെല്ലോ താങ്ക് യു ഫോർ ഇമെയിൽ എന്നല്ല എന്തെല്ലോ അയച്ചിട്ടുണ്ട്. ഷാഹിദ് ക്ലാസ് കിട്ടുന്നില്ല എന്ന് അയക്കുന്നുണ്ടല്ലോ മിസ്സേ. ഷാഹിദ മിസ്സേ റിഹാൻ എന്തെല്ലോ അയക്കുന്നു. Thanks for your email and for my option. Thank you for email and for my option for you tomorrow. നാളെ എന്റെ പൊരിക്കോട്ടേക്ക് പോകാൻ അയക്കുന്നുണ്ട്. On Monday റിഹാനയ്ക്ക് വട്ടുണ്ടോ? for the money and get you a good time. Come by and see you. എന്തേ റിഹാനെ, എന്താ പരിപാടി? പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കണം മാത്രം ചെയ്യണം കേട്ടോ. അതിനിടയിൽ എക്സ്ട്രാ പഠിപ്പിക്കുന്നില്ലല്ലോ റിഹാൻ. ഓക്കെ
റിഹാൻ വായിച്ചേന്നാല്. ഞാൻ വായിക്കൂല. വേഗം വായിക്കണം, അടി ഞാൻ തരുവേ. റിഹാന്റെ ഉമ്മ പറഞ്ഞു റിഹാൻ ആൻസറിന്റെ കുറച്ച് കുറവാന്ന്. ഓക്കെ, വേഗം വായിച്ചേ. എന്നിട്ട് വേണം അതിന്റെ പദം. പൂക്കാലമേനി. ഓക്കെ, മേഡം ഒരു വണ്ടി വരുന്നുണ്ട്. പോകല്ല പൂക്കാലമേനി പോകുന്നിതാ മുല്ല പോകുന്നിലഞ്ഞി പോകുന്നു പോകുന്നുവല്ല പൂക്കുന്നു, പോകുന്നുവല്ല പൂക്കുന്നു. പൂക്കുന്നു ഓക്കെ, പൂക്കുന്നിതാ മുല്ല പോകുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കും വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൻ ചോക്കുന്ന കാടന്തി മേഘങ്ങൾ പോലെ എല്ലായിടവും പുഷ്പഗന്ധം പരത്തി മെല്ലെന്നു തെക്കുന്നു വീശുന്നു വായു ഉല്ലാസമീ നീണ്ട പൂക്കുരത്തവാൻ എല്ലാവർക്കും മേകുന്നിതോ ഇതേ കോകിലങ്ങൾ. കോകിലങ്ങൾ പാടങ്ങൾ പൊന്നിൽ നിറം പൂണ്ടു പാടി പറന്നെത്തി തത്ത എല്ലാം കേടറ്റ നെല്ലിന് കതിർക്കാമ്പ് കൊത്തി ഇക്കോട്ടു പോകുന്നു വാനിൽ ചന്തം വരയ്ക്കേറെയായി ശീതവും പോയന്തിക്കു പൂങ്കാവിലെ ഏറെയായി സന്തോഷമേറുന്നു പൂങ്കാവനത്തിൽ പൊന്തുന്നു വാദ്യങ്ങൾ വന്നു വസന്ത നാഗത്തിൽ നിന്നോമനെ നിന്നെ വീട്ടി ലോകത്തിനം ഈ കൊല്ലമീ നിന്റെ പാദം തൊഴാം ഞാൻ പോകല്ല പൂക്കാലം എന്നീ പുഷ്പവാടി. സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അടുത്ത എന്താ വെച്ചാൽ ശ്രദ്ധിക്കണം എല്ലാവരും. പദങ്ങളുടെ അർത്ഥം പഠിക്കാം. ഓക്കെ, എല്ലാരും ടെക്സ്റ്റിൽ ഇതുവരെയുള്ള അല്ല നോട്ടിൽ നമ്മുടെ അർത്ഥവും ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക്. എല്ലാരും നോട്ട്ബുക്ക് എടുത്തേ. ഓക്കെ, ഫസ്റ്റ് പാഠം 4 എഴുത്, നോട്ടിൽ എഴുത്. പാഠം 4 പോകല്ല പൂക്കാലമേ നീ. എന്തേ ഹന്ന? പോകല്ല പൂക്കാലമേ നീ എഴുതിയോ? പാഠം 4 ടെക്സ്റ്റിൽ നോക്കി എഴുതിയേ. പോകല്ല പൂക്കാലമേ നീ. ഓക്കെ, ഷിസ ആൻഡ് ഷഹബാസ്, ടേക്ക് യുവർ നോട്ട്ബുക്ക്. എല്ലാവരും എടുത്തേ. ഷിസയും ഷഹബാസും എടുത്തോ? മുഹമ്മദ് റുവൈസ് എടുത്തോ? ഓക്കെ, പാഠം 4 ഹെഡിങ് എഴുതിയോ? പാഠം 4 എഴുതിയോ നോട്ടില്? എഡ്വിൻ എഴുതിയോ മോനെ? ഓക്കെ, താഴെ എഴുതുക പോകല്ല പൂക്കാലമേ നീ. ഓക്കെ, ഫിനിഷ്. ഓക്കെ ഓക്കെ, താഴെ എഴുതുക അർത്ഥം എഴുതുക എന്ന് എഴുതുക. അർത്ഥം അതിലുണ്ട്, പദങ്ങളുടെ അർത്ഥം പഠിക്കാന്നുണ്ട്. അത് നിങ്ങൾ എഴുതുക, അർത്ഥം എഴുതുക എന്ന് എഴുതിയാൽ മതി. അർത്ഥം എഴുതുക. എഴുതാൻ അറിയോ എല്ലാവർക്കും? അർത്ഥം അതിലുണ്ട്, പദങ്ങളുടെ അർത്ഥം എന്നിട്ട് എഴുതുക എന്ന് എഴുതുക. അർത്ഥം എഴുതുക. ഓക്കെ, അതിന് താഴെ എന്ത് എഴുതണം? വായിക്കുക. ആദ്യത്തെ അർത്ഥം ടെക്സ്റ്റിൽ ഇല്ല. ഓൾ ഓഫ് യു ടേക്ക് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് നോട്ട് ബുക്ക്. ടെക്സ്റ്റ് ബുക്കും ഫ്രണ്ടിൽ ഉണ്ടാവണം നിങ്ങളുടെ മുമ്പിൽ. ഓക്കെ, അപ്പോ ഫസ്റ്റ് വേർഡ് ഏതാ? വായിക്കുക.
നോക്കി എഴുതണം. ടെക്സ്റ്റിൽ നോക്കി എഴുതിയ എല്ലാവരും വായിക്കുക. നീറ്റിൽ എഴുതിയേ വായിക്കുക. എഴുതിയോ? ടെക്സ്റ്റിൽ നോക്കി എഴുതണേ മക്കളെ, തെറ്റിക്കരുത്. വായിക്കുക. എന്നിട്ട് ചെറിയൊരു ഹൈഫൻ ഇട്ടിട്ട് തൊട്ടപ്പുറത്ത് അതിൽ തന്നെയുണ്ട് വർദ്ധിക്കുക. വായിക്കുക, വർദ്ധിക്കുക. ഏഞ്ചൽ എഴുതിയോ? പേജ് നമ്പർ 17 എഴുതിയോ? ആദ്യം പാഠം 4 എന്ന് എഴുതുക. പോകല്ല പൂക്കാലമേ നീ എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതണം? വായിക്കുക. അർത്ഥം എഴുതുക. എഴുതിന് താഴെ വായിക്കുക. റിഹാൻ എന്തേ? വായിക്കുക. ഇനി ക്ലാസ്സിൽ തന്നെ നോട്ട് തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൃത്യമായി ക്ലാസ്സിൽ ഇരിക്കുകയും ചെയ്യും, നോട്ട് എഴുതിയെടുക്കുകയും ചെയ്യും. അല്ലേ? ഓക്കെ. എന്താ ആരാ? എന്താ റിഹാൻ? ആ, ഇപ്പൊ പിടികിട്ടിയല്ലോ. എന്തുകൊണ്ട് വൈ ഇത്രയും നാളായിട്ട് നീ എന്തുകൊണ്ട് മൂന്നാമത്തെ പാഠത്തിലെ ക്വസ്റ്റ്യൻസ് എഴുതാഞ്ഞേ? മറ്റു കുട്ടികള് ഗ്രൂപ്പില് മൂന്നാമത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻസിൽ മിസ് ഇട്ടവര് കണ്ട എത്ര കുട്ടികളുണ്ട് ഇതില്? ഒന്ന് കൈപൊക്കിയ മക്കളെ. ഓക്കെ, കണ്ടോ? കാണുന്നുണ്ടോ റിഹാനെ? ഇത്രയും കുട്ടികള് കണ്ട് നോട്ട് എഴുതി വെച്ചാണ് കേട്ടോ. ഒരുപാട് തവണ മിസ് ചോദിച്ചിട്ടുണ്ട് മൂന്നാമത്തെ പാഠത്തിന്റെ ലെസൺ കംപ്ലീറ്റ് ആയില്ലേ, കംപ്ലീറ്റ് ആയില്ലേ അല്ലേ? 3 പാഠം നമ്മുടെ നോട്ടില് അർത്ഥവും ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ എഴുതി അതിന്റെ എക്സാമും കഴിഞ്ഞ് 25 ഔട്ട് ഓഫ് 25 മാർക്കും വാങ്ങിയ കുട്ടികൾ അവിടെ ഇരിക്കുന്നത് അല്ലേ റിഹാനെ? റിഹാൻ എന്തുകൊണ്ട് മൂന്നാമത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻസ് എഴുതിയില്ല? അതെ ഉണ്ട്. എന്തുകൊണ്ട് നീ നോട്ട് എഴുതിയില്ല? അതല്ലേ ഞാൻ പറഞ്ഞത് കേട്ടോ. നോട്ട് മൂന്നാമത്തെ പാഠത്തിന്റെ നോട്ട് ഏതെങ്കിലും ഒരു കുട്ടിയോട് സെൻഡ് ചെയ്യാൻ പറയണം. ഏതെങ്കിലും കുട്ടിയുടെ നമ്പർ ഉണ്ടോ? മുഹമ്മദിന്റെ ഉണ്ടോ? ഇട്ടുതരാൻ പറയാം. ആരതാ ഉള്ളത്? ഗ്രൂപ്പിൽ കാണില്ല എല്ലാ കുട്ടികളതും. മുഹമ്മദ് കെ ആ നോട്ട് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണേ മുഹമ്മദ് റിഹാന് കേട്ടോ. ഇന്ന് തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. ആ എന്താ ഏഞ്ചൽ? ഇല്ല, പക്ഷെ എഴുതുന്നത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. എഴുതുന്നതിന് കുഴപ്പമില്ല, കറക്റ്റ് ആയിരിക്കണം. രണ്ടും ഒരുപോലെ ആയിരിക്കണം. ഓക്കെ. അപ്പോ നമ്മളത് ആദ്യത്തെ പദത്തിന്റെ അർത്ഥം വായിക്കുക. ഷിസിയും ഷഹബാസും അവിടെ കളിക്കുകയാണോ? ഇത് വല്ലതും എഴുതുന്നുണ്ടോ ട്ടോ? ഓക്കെ. അപ്പൊ വായിക്കുക, വർദ്ധിക്കുക. രണ്ടാമത്തെ ഏതാ അർത്ഥം? പുഷ്പഗന്ധം അല്ലേ? പുഷ്പഗന്ധം. എന്താ റുവൈസേ? റിഹാൻ എന്തെല്ലോ മെസ്സേജ് അയക്കുന്നത്. റിഹാൻ അടി തരും. റിഹാനെ പഠിക്കുന്ന സമയത്ത് ഓൺലി പഠിത്തം കേട്ടോ. അതിന്റെ ഇടയിൽ എക്സ്ട്രാ ആക്ടിവിറ്റീസ് വേണ്ട കേട്ടോ. ഓക്കെ. അപ്പോ രണ്ടാമത്തെ എന്താ? പുഷ്പഗന്ധം, പൂമണം. എഴുതിയോ? രണ്ടാമത്തെ അർത്ഥം എഴുതിയോ? ഓക്കെ. നെക്സ്റ്റ് കോകിലങ്ങൾ. കോകിലങ്ങൾ എന്താ? എന്താ എഴുതിൻ? കോകിലങ്ങൾ, കോകിലങ്ങൾ, ഓക്കെ, കുയിലുകൾ. ഓക്കെ, എഴുതിക്കോ. കോകിലങ്ങൾ എഴുതുക. ചെറിയൊരു ഹൈഫൺ ഇട്ടിട്ട് കുയിലുകൾ. നെക്സ്റ്റ് ചന്തം. ചന്തം, ചന്തം എന്താ അർത്ഥം? ഭംഗി അല്ലേ? ഓക്കെ, എല്ലാം എഴുതി അല്ലേ? സൂപ്പർ.
മിസ് പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. ചുണ്ടനങ്ങുന്ന മാത്രം കാണുന്നുണ്ട്. ഇല്ല, ഒന്നും കേൾക്കുന്നില്ല സാർ. മിസ് മ്യൂട്ടാണ് സാർ. ഇപ്പൊ എത്ര പേർക്ക് കേൾക്കുന്നുണ്ട്? ഓക്കെ, ഓക്കെ ഓക്കെ. അപ്പോ എന്താ? ചന്തം ഭംഗി അല്ലേ? ചന്തം ഭംഗി, ധര ഭൂമി. എഴുതിയോ? ധര ഭൂമി. ഓക്കെ, കറക്റ്റ് ആയി അല്ലേ? എല്ലാം കംപ്ലീറ്റ് ആയി അല്ലേ? അല്ലേ ഹന്ന? ഓക്കെ. ഇനി നെക്സ്റ്റ് നാഗം. എഴുതാത്തവർ എഴുതി. നാഗം സ്വർഗം. നാഗം. എന്താ ഏഞ്ചല നീ പറഞ്ഞോ? നീ അൺമ്യൂട്ടാണ്. സംസാരിച്ചോ കുട്ടി. നാഗം സ്വർഗം. എന്താ ഏഞ്ചലെ? നാഗം സ്വർഗം. നെക്സ്റ്റ് വസന്തം പൂക്കാലം. വസന്തം പൂക്കാലം. ഈശൻ ഈശ്വരൻ. എല്ലാരും എഴുതിയോ? ഈശൻ ഈശ്വരൻ. ഏബൽ മാത്യു എന്തേ? ഏബൽ മാത്യു, ഏബൽ ബിനോയ്. ഓക്കെ. എല്ലാം എഴുതിയോ? ഓക്കെ, ഗുഡ്. കുറച്ചും കൂടി ഉണ്ട്. ഈശൻ ഈശ്വരൻ വരെ എത്തിയോ? അർത്ഥം എഴുതി കഴിഞ്ഞോ? അർത്ഥം ഫുള്ള് എഴുതി കഴിഞ്ഞു. അതെല്ലേ. ജോസിക്കും കഴിഞ്ഞു, അന്നക്ക് കഴിഞ്ഞു, എഡ്വിൻ എഴുതി, ലക്ഷ്മിപ്രിയ എഴുതി, അതുൽ എഴുതി. നെക്സ്റ്റ് ഏഞ്ചൽ എന്തിന്റെ എഴുതിയോ? എഴുതിയോ? ഓക്കെ. റിഹാൻ കഴിഞ്ഞോ മോനെ? റിഹാൻ, റുവൈസ് പോയോ? മുഹമ്മദ് എഴുതി കഴിഞ്ഞു. സായി കൃഷ്ണ, ഗ്രേസ് എന്തായി മോളെ? ഗ്രേസിന് ഒരേ നെറ്റ് പ്രോബ്ലം. അപ്പൊ എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അർത്ഥം ഇന്ന് നമ്മൾ എഴുതിയത് പദങ്ങളുടെ അർത്ഥം പഠിക്കാന്നുള്ളതില് അർത്ഥം മുഴുവനും എഴുതി. നെക്സ്റ്റ് താഴെയുള്ളത് പര്യായാണ്. പര്യായം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ നോക്കി എഴുതിക്കോ, ഇതിലുണ്ട് കേട്ടോ. പര്യായ പദം എഴുതുക എഴുതുക. ഷഹബാസേ സംസാരിക്കുകയാണ് അല്ലേ? ഓക്കെ. അപ്പോ എല്ലാരും പര്യായപദം ഇതിൽ നോക്കി പര്യായപദം എഴുതുക എന്ന് എഴുതിയിട്ട് എന്ത് എഴുതണം? മുല്ല, മല്ലിക, മാലതി, വാസന്തി. നെക്സ്റ്റ് കോകിലം, പരഭൂതം, കുയിൽ, പികം. ധര, ധരിണി, ധരിത്രി, ചോണി. നെക്സ്റ്റ് പൂങ്കാവ്, പൂന്തോട്ടം, പുഷ്പവാടി. വസന്തം, പൂക്കാലം, മാധവം. അല്ലേ? ഇത്ര എഴുതിയാൽ മതി കേട്ടോ. ഇതിൽ നോക്കി നല്ല നീറ്റില് നോട്ട്ബുക്കിൽ എഴുതണേ മക്കളെ കേട്ടോ. മിസ്റ്റേക്ക് വരുത്തരുത്. അപ്പൊ അത് കഴിഞ്ഞ നമുക്ക് ക്വസ്റ്റ്യൻ മിസ് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇനി ചേർത്ത് എഴുതുകയും പിരിച്ചെഴുതുകയും ഉണ്ട്. അത് എഴുതി തരാം കേട്ടോ, അല്ലെങ്കിൽ മിസ്റ്റേക്ക് വന്നെങ്കിലോ. അപ്പൊ അത്രയാണ് പര്യായം അല്ലെ? പര്യായം എഴുതുന്നുണ്ടോ നിങ്ങളിപ്പോ? നോട്ടിൽ എഴുതുന്നുണ്ടോ പര്യായപദം? യെസ്, എന്നാ എഴുതിക്കോ. പര്യായപദം എഴുതുക എന്ന് ഹെഡിങ് എഴുതിയിട്ട് താഴെ എഴുതണം. സായി കൃഷ്ണ കഴിഞ്ഞോ മോനെ? പര്യായപദം എഴുതിയോ? താഴെയുള്ള പര്യായപദം എഴുതിയോ? ഇതിന്റെ ഇടയിലുള്ളത് അതും എഴുതണം കേട്ടോ നോട്ടില്. ഏബൽ ബിനോയ് അതും എഴുതി. ആദ്യത്തെ മുല്ല, രണ്ടാമത്തെ കോകിലം, മൂന്നാമത്തെ ധര,
നാലാമത്തെ പൂങ്കാവ്, 5 വസന്തം. റിഹാനെ എന്തായി? റിഹാനെ എഴുതുന്നുണ്ടോ? ഓക്കെ. ആഹാ, സൂപ്പർ. എഡ്വിൻ സൂപ്പർ. എഡ്വിൻ പര്യായപദം എഴുതുക, എഴുതി. ഓക്കെ. അപ്പൊ ആദ്യത്തെ മുല്ല, എന്താ പര്യായപദം? മല്ലിക, മാലതി, വാസന്തി. നെക്സ്റ്റ് കോകിലം. കോകിലം പരഭൂതം, കുയിൽ, പികം അല്ലേ? നെക്സ്റ്റ് ഏതാ? ധര, ധരിണി, ധരിത്രി, ക്ഷോണി അല്ലേ? നെക്സ്റ്റ് പൂങ്കാവ്, പൂന്തോട്ടം, പുഷ്പവാടി. പൂന്തോട്ടം, പുഷ്പവാടി അല്ലേ? നെക്സ്റ്റ് വസന്തം, പൂക്കാലം, മാധവം. ഓക്കെ, കഴിഞ്ഞോ? അതുവരെ എഴുതിയാൽ മതി അല്ലേ? ഇന്ന് നമുക്ക് ഓക്കെ. എല്ലാവരും പഠിക്കണേ. അർത്ഥവും പര്യായപദവും ക്വസ്റ്റ്യൻസ് എഴുതിത്തരായിട്ടില്ല. ചേർത്ത് എഴുതുകയും പിരിച്ചെഴുതുകയും ഉണ്ട്. അതും കഴിഞ്ഞ് പൂക്കാലം പോലെ വരുന്ന മറ്റു കാലങ്ങൾ എഴുതുക. പിന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് പഠിക്കാം അല്ലേ? ഇനി ഇന്നത്തെ ദിവസം സമയമില്ല, നമ്മുടെ ടൈം തീരാറായി. അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം അത് ചെയ്യാം കേട്ടോ, പഠന പ്രവർത്തനങ്ങള്. ഓക്കെ. അപ്പൊ എല്ലാ മക്കളും നല്ലപോലെ ടെക്സ്റ്റ് വായിക്കണം. എന്നിട്ട് ഇന്ന് നമ്മൾ തന്ന അർത്ഥവും പര്യായപദവും വായിച്ച് പഠിക്കണം കേട്ടോ. അതുപോലെ മുഹമ്മദ് ഒന്ന് റിഹാനി അത് സെൻഡ് ചെയ്ത് കൊടുക്കണം, 3ാമത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ മുഹമ്മദേ? ഓക്കെ, ഇന്ന് തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കണേ കേട്ടോ. എല്ലാവരും നിങ്ങളുടെ നോട്ട് കംപ്ലീറ്റ് ആക്കണം. ഏതെങ്കിലും ഒരു ദിവസം സാറ് ചെക്ക് ചെയ്യാൻ വരും. അപ്പോഴേക്കും നിങ്ങളുടെ നോട്ട് കംപ്ലീറ്റ് ആയിരിക്കണം. ഏത് ദിവസമാണെന്ന് പറയാൻ പറ്റില്ല. സാറ് വരുന്നുണ്ട്, സാറോ ടീച്ചേഴ്സോ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോട്ട് ബുക്ക് കംപ്ലീറ്റ് ആയിരിക്കണം കേട്ടോ. വീട്ടിലോട്ടാണോ? ആ, വീട്ടിലോട്ട് വരും. ഏത് ദിവസമാണെന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കി വെക്കണം. ടെക്സ്റ്റും നോട്ടും ഒക്കെ കംപ്ലീറ്റ് ആക്കി വെക്കണം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞു. ഓക്കെ, ബൈ. See you. Bye. Okay. Bye. അതിന്റെ പിന്നെ